എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 കെമിസ്ട്രിയുടെ 5ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന ചാപ്റ്ററിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും എക്സാമിന് ചോദിക്കുന്ന സെക്ഷനുകളാണ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. നമുക്കപ്പം വീഡിയോയിലേക്ക് പോകാം. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. നമുക്കപ്പം സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന ചാപ്റ്ററിലെ ആദ്യത്തെ ഇമ്പോർട്ടൻറ്റ് ലെസൺ ആയിട്ടുള്ള ഇൻ്റർമോളിക്കുലാർ ഫോഴ്സസ് എന്ന സെക്ഷനിലേക്ക് പോകാം. എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇൻ്റർമോളിക്കുലാർ ഫോഴ്സ്? ഇൻ്റർമോളിക്കുലാർ ഫോഴ്സ് എന്താണെന്ന് ചോദിച്ചാൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ ബിറ്റ്വീൻ ഇൻട്രാക്റ്റിംഗ് പാർട്ടിക്കിൾസ് എന്നതാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ ഇൻ്റർമോളിക്കുലാർ ഫോഴ്സസ്. ഇൻ്റർ മീൻസ് ബിറ്റ്വീൻ എന്നാണ്, മോളിക്കുലാർ മീൻസ് മോളിക്യൂൾസ്, ബിറ്റ്വീൻ ദി മോളിക്യൂൾസ് അല്ലെങ്കിൽ ബിറ്റ്വീൻ ദി ആറ്റംസ് എന്നൊക്കെ ഉദ്ദേശിക്കാം ഫോഴ്സസ്. അതായത് രണ്ട് ആറ്റംസ് തമ്മിലോ രണ്ട് മോളിക്യൂൾസ് തമ്മിലോ ഉള്ള ഇൻ്ററാക്ഷൻ അതായത് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ, അതിന് പറയുന്ന പേരാണ് ഇൻ്റർമോളിക്കുലാർ ഫോഴ്സസ്. അങ്ങനെ തന്നെയല്ലേ ഇവിടെയും പറഞ്ഞേക്കുന്നത്. ഇൻ്റർമോളിക്കുലാർ ഫോഴ്സസ് ആർ ദി ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ ആൻഡ് റിപ്പൽഷൻ ബിറ്റ്വീൻ ഇൻ്ററാക്റ്റിംഗ് പാർട്ടിക്കിൾസ് സച്ച് ആസ് ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ്. ഇവിടെ നമുക്കൊരു ബോണ്ട് ഫോർമേഷൻ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. ഇലക്ട്രോൺസിൻ്റെ ക്ലൗഡ് തമ്മിൽ ഉള്ള ഒരു വ്യത്യാസമാണ്. അതായത് ഇൻ്റർമോളിക്കുലാർ ഫോഴ്സസ് എങ്ങനെ ഉണ്ടാവുന്നു എന്ന് ചോദിച്ചാൽ ബോണ്ടിങ് വഴിയല്ല ഉണ്ടാവുന്നത്. ഒരു ആറ്റത്തിന് ഇലക്ട്രോൺ ക്ലൗഡ്സ് ഉണ്ടായിരിക്കും. ഇത്തരത്തിൽ ഓപ്പോസിറ്റ് ചാർജുള്ള ഇലക്ട്രോൺ ക്ലൗഡ്സ് നെയ്ബറിങ് ആറ്റംസിൻ്റെയോ മോളിക്യൂൾസിൻ്റെയോ അടുത്ത് എക്സിസ്റ്റ് ചെയ്യുമ്പോഴേക്ക് തമ്മിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവുന്നു ഡ്യൂ ടു ഓപ്പോസിറ്റ് ചാർജസ് ഓഫ് ഇലക്ട്രോൺ ക്ലൗഡ്സ്. അതിന് പറയുന്ന പേരാണ് ഇൻ്റർമോളിക്കുലാർ ഫോഴ്സസ്. ഇത്തരത്തിൽ ഇൻ്റർമോളിക്കുലാർ ഫോഴ്സസിന് ജനറലി വാൻഡർവാൾസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയും. അട്രാക്റ്റീവ് ഇൻ്റർമോളിക്കുലാർ ഫോഴ്സസ് ആർ നൗൺ ആസ് വാൻഡർവാൾസ് ഫോഴ്സ്. ഇത്തരത്തിൽ ഇൻ്റർമോളിക്കുലാർ ഫോഴ്സസിന് വാൻഡർവാൾസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയും. ഇത്തരത്തിൽ വാൻഡർവാൾസ് ഫോഴ്സ് ആയിട്ടുള്ള 3 ടൈപ്പ്. ഒന്നാമത്തത് ഫോഴ്സ്, ലണ്ടൻ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം പഠിക്കാനുണ്ട്. അടുത്തത് ഡൈപോൾ ഫോഴ്സസ് എന്നൊരു കാര്യം പഠിക്കാനുണ്ട്. അടുത്തത് ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഫോഴ്സസ് എന്ന് പഠിക്കാനുണ്ട്. ഏറ്റവും അവസാനമായിട്ട് ഹൈഡ്രജൻ ബോണ്ടും കൂടി നമ്മുടെ NCERT ടെക്സ്റ്റ് നമുക്ക് പറഞ്ഞു വെക്കുന്നുണ്ട്. നമുക്കപ്പോൾ ഇത്തരത്തിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനിലേക്ക് ആദ്യത്തതിലേക്ക് പോകാം. ആദ്യത്തത് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എത്രണ്ണം പഠിക്കാനുണ്ടെന്ന് ചോദിച്ചാൽ 4 മൊത്തത്തിൽ 3 പിന്നെ ഹൈഡ്രജൻ ബോണ്ടും, അത്രയാണ് പഠിക്കാനുള്ളത്. ആദ്യം നമുക്ക് ഒന്നാമത്തെ ലണ്ടൻ ഡിസ്പേഴ്സൺ ഫോഴ്സ് അല്ലെങ്കിൽ ഡിസ്പേഴ്സൺ ഫോഴ്സ് അല്ലെങ്കിൽ ലണ്ടൻ ഫോഴ്സ് എന്താണ്, അതെങ്ങനെയാണ് പഠിക്കേണ്ടത് എന്ന് നമുക്ക് പോകാം. ഓക്കെ, നമ്മൾ ജനറലായിട്ടൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഇൻ്റർമോളിക്കുലർ ഫോഴ്സസ് എന്നാൽ ജനറലായിട്ട് വാൻഡർവാൾസ് ഫോഴ്സാണ്. അത് 4 ടൈപ്പിലാണ് നമ്മൾ പഠിക്കുന്നത്. ഇനി ഓരോ ടൈപ്പ് ഓഫ് ഇൻ്ററാക്ഷനും എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, അതുപോലെ തന്നെ ഓരോ ടൈപ്പ് ഓഫ് ഇൻ്ററാക്ഷനിലും ഒരു കാര്യം കൂടെ പഠിക്കാനുണ്ട്. അത് എന്താണെന്ന് ചോദിച്ചാൽ ഇൻ്ററാക്ഷൻ എനർജി എന്നിട്ടുള്ള ഒരു കാര്യമാണ്. ഇൻ്ററാക്ഷൻ എനർജി എന്നാൽ മോളിക്യൂൾസ് തമ്മിലുള്ള ഇൻ്ററാക്ഷൻ അതിൻ്റെ റേഡിയസുമായിട്ട് ഏത് തരത്തിലാണ് പ്രൊപ്പോർഷണലായിട്ടിരിക്കുന്നത് എന്ന കാര്യമാണ്. അപ്പോൾ ഓരോ ഇൻ്ററാക്ഷനും എന്താണെന്ന് നമുക്ക് അടുത്തതായിട്ട് പറയാം. ആദ്യമായിട്ട് പറഞ്ഞത് ലണ്ടൻ ഫോഴ്സ് അല്ലെങ്കിൽ ഡിസ്പേഴ്സൺ ഫോഴ്സ് എന്നതാണ്. നമുക്ക് ആദ്യം ലണ്ടൻ ഫോഴ്സിൻ്റെ ആ പടത്തിലേക്ക് തന്നെ പോകാം. അതിൽ നിന്ന് നമുക്ക് 2 പോളറൈസ്ഡ് അല്ലാത്ത ആറ്റംസിനെയാണ് കാണുന്നത്. അതായത് 2 പോളറൈസ്ഡ് അല്ലാത്ത ആറ്റംസോ അല്ലെങ്കിൽ മോളിക്യൂൾസോ അതിൻ്റെ ഇലക്ട്രോൺ ക്ലൗഡ്സിൽ പെട്ടെന്നൊരു ഇൻഡ്യൂസ് ചെയ്യപ്പെട്ടാൽ പെട്ടെന്നൊരു ടെമ്പററി ആയിട്ട് ഡൈപോൾസ് ഫോം ചെയ്യുകയും അവിടെ അട്രാക്ഷൻ ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെയാണ് ഇതിനകത്ത് പോളറൈസേഷന് ഒരു ചാൻസ് ഉള്ളത്. അതായത് ലണ്ടൻ ഫോഴ്സ് അല്ലെങ്കിൽ ഡിസ്പേഴ്സൺ ഫോഴ്സ് എന്ന് പറയുന്ന സാധനം ടെമ്പററി ഡൈപോൾസിൽ ഉണ്ടാവുന്ന കാര്യമാണ്. ടെമ്പററി ഡൈപോൾസ് ആൻഡ് ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ, ടെമ്പററി ഡൈപോൾസ് AB അട്രാക്ട് ഈച്ച് അതർ. ഇറ്റ് ഈസ് എ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ 2 ടെമ്പററി ഡൈപോൾസ്. ടെമ്പററി ഡൈപോൾസ് എന്ന് വെച്ചാൽ പെർമനൻ്റ് ആയിട്ട് ഡൈപോൾ ഇല്ലാത്ത ആൾക്കാരാണ്. ഇപ്പം നമുക്ക് അങ്ങനെയുള്ളതാണ് അടുത്ത സെക്ഷനിൽ പഠിക്കാനുള്ളത്. അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. എന്തായാലും ടെമ്പററി ഡൈപോൾസ് ഉള്ള ആറ്റംസിൽ ഫോം ചെയ്യുന്ന ആ ഒരു ഇൻട്രാക്ഷനാണ് ഡിസ്പേഴ്സൺ ഫോഴ്സ് അല്ലെങ്കിൽ ലണ്ടൻ ഫോഴ്സ്. ലണ്ടൻ ഫോഴ്സ് എന്നതിനെ വിളിക്കാനുള്ള കാരണം ഇത് ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്തത് ജർമ്മൻ ഫിസിസ്റ്റ് ആയിട്ടുള്ള ഫ്രിറ്റ്സ് ലണ്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. അതുകൊണ്ടാണ് ലണ്ടൻ ഫോഴ്സ് എന്ന് നമ്മൾ പഠിക്കുന്നത്. ഇനി നമുക്കതിൻ്റെ ഇൻട്രാക്ഷൻ എനർജി കൂടെ ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇൻട്രാക്ഷൻ എനർജി always in the interaction energy
These forces are always attractive and the interaction energy is inversely proportional to the sixth power of the distance between the interaction particles. 1 by r raised to 6 ആണ് ഇൻട്രാക്ഷൻ എനർജിയുടെ ഓർഡർ. എന്താണ് 1 by r raised to 6? നമ്മളിപ്പോൾ പറഞ്ഞ എനർജീൻ്റെ, നമ്മളിപ്പോൾ പറഞ്ഞ ടൈപ്പ് ഓഫ് അട്രാക്ഷൻ്റെ ഓർഡർ 1 by r raised to 6. ഇനി നമുക്ക് നോക്കാം, ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പഠിക്കേണ്ടത്. ആർ എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് ആണ്. അടുത്തതായിട്ട് ഡൈപോൾ ഫോഴ്സസ് ആണ്. ആദ്യമായിട്ട് നമുക്ക് ഡൈപോൾ ഫോഴ്സസിൻ്റെ ആ ഒരു പിക്ചറിലേക്ക് പോകാം. പിക്ചറിൽ എച്ച് സി എൽ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഡൈപോൾ മൊമെൻ്റ് ഉള്ള ആൾക്കാരാണ്. കാരണം ഇവിടെ ഹൈഡ്രജൻ ആണ് ഇവിടെ ഇരിക്കുന്നത്, ക്ലോറിൻ ആണ്, ഹൈലി ഇലക്ട്രോ നെഗറ്റിവിറ്റി ഉള്ള ആളാണ്. അതുകൊണ്ട് തന്നെ അവിടെ പോളറൈസ്ഡ് ആയിട്ടാണ് അതിൻ്റെ ഇലക്ട്രോൺ ക്ലൗഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡൈപോൾ ഫോഴ്സ് എന്താണെന്ന് ചോദിച്ചാൽ, ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എങ്ങനെ ഉണ്ടാവുന്നു എന്ന് ചോദിച്ചാൽ, പെർമനൻ്റ് ആയിട്ട് ഡൈപോൾസ് ഉള്ള ആളുകൾ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് ഇൻറ്ററാക്ഷൻ ആണ് ഡൈപോൾ ഫോഴ്സസ്. അതാണ് ഡൈപോൾ ഇൻട്രാക്ഷൻ. ഡൈപോൾ ഫോഴ്സസ് ആക്ട് ബിറ്റ്വീൻ ദി മോളിക്യൂൾസ് പോസസിങ് പെർമനൻറ്റ് ഡൈപോൾസ്. പെർമനൻറ്റ് ഡൈപോൾസ് ഉള്ള ആളുകളിൽ ഉണ്ടാകുന്ന ഇൻറ്ററാക്ഷനാണ് ഡൈപോൾ ഫോഴ്സസ് അല്ലെങ്കിൽ ഡൈപോൾ ഇൻട്രാക്ഷൻ. ഇവിടെ എങ്ങനെ വന്നാലും ഓപ്പോസിറ്റ് ചാർജസ് തമ്മിലായിരിക്കും ഇൻട്രാക്ഷൻ വരുന്നത്. ഓപ്പോസിറ്റ് ഈ ഡെൽറ്റ എന്ന് ഉദ്ദേശിക്കുന്നത് പാർഷ്യൽ നെഗറ്റീവ്, പാർഷ്യൽ പോസിറ്റീവ് എന്നിങ്ങനെയാണ്. ഡെൽറ്റ എന്ന് വെച്ചാൽ പാർഷ്യലായിട്ട് ചാർജിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഡൈപോൾ ഫോഴ്സസിൻ്റെ ഇൻറ്ററാക്ഷൻ എനർജി നോക്കാം. ഇൻറ്ററാക്ഷൻ എനർജി എന്നത് 1 by r raised to 3 എന്ന ഓർഡറിലായിരിക്കും ഇൻറ്ററാക്ഷൻ എനർജി കാണപ്പെടുക. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഡൈപോൾ ഫോഴ്സസിൽ ഇൻറ്ററാക്ഷൻ എനർജി എന്നത് 2 ടൈപ്പാണ്. ആദ്യം പറഞ്ഞ 1 by r raised to 3 എന്ന് പറയുന്ന r³ എന്ന് പറയുന്നത് സ്റ്റേഷനറി ആയിട്ടുള്ള പോളാർ മോളിക്യൂൾസിൻ്റെ കേസിലാണ് ഇൻറ്ററാക്ഷൻ എനർജി 1 by r raised to 3 അല്ലെ r³ വരുന്നത്. ഇനി റൊട്ടേറ്റിംഗ് പോളാർ മോളിക്യൂൾസിൽ അത് ഇൻറ്ററാക്ഷൻ എനർജി എന്നത് 1 by r raised to 6 ആണ്. 1 by r raised to 6 ആണ്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 6th പവർ ഓഫ് എന്ന് പറയും. അപ്പം ആ ഒരു കാര്യം കൂടെ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. അടുത്തതായിട്ട് നമുക്ക് പോകേണ്ടത് ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഫോഴ്സ് എന്ന കാര്യമാണ്. ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഫോഴ്സ് അല്ലെങ്കിൽ ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഫോഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പെർമനൻറ്റ് ഡൈപോൾ അറ്റൈൻ ചെയ്ത മോളിക്യൂളും നോൺ പോളാർ ആയിട്ടുള്ള ഒരു മോളിക്യൂളും തമ്മിലുള്ള ഇൻറ്ററാക്ഷനാണ്. അത് എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിച്ചാൽ, നോൺ പോളാർ ആയിട്ടുള്ള മോളിക്യൂൾസിന് അവിടെ ഇലക്ട്രോണിൻ്റെ ഷിഫ്റ്റിങ് നോർമലി പോസിബിൾ അല്ല. ഇവിടെ ഒരു പെർമനൻറ്റ് ഡൈപോളുള്ള ആളവിടെ ഇരിക്കുന്നത് കൊണ്ടിട്ടാണ് നോൺ പോളാർ ആയിട്ടുള്ള മോളിക്യൂൾസിൽ ഡൈപോൾ മൊമെൻറ്റ് ഡെവലപ്പ് ചെയ്യുകയും ഇവിടെ വരുന്ന ചാർജിന് ഇവിടെ ഡെൽറ്റ നെഗറ്റീവ് ആണെങ്കിൽ ഇവിടെ ഡെൽറ്റ പോസിറ്റീവ് ആയിട്ട് അക്യൂർ ചെയ്യുകയും ചെയ്യും. ഇങ്ങനെയാണ് ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഫോഴ്സസ് ജനറേറ്റ് ചെയ്യുന്നത്. ഒരു സെൻറ്റൻസ് ആക്കി പറയാനാണെങ്കിൽ, ദിസ് ടൈപ്പ് ഓഫ് അട്രാക്റ്റീവ് ഫോഴ്സ് ജനറേറ്റ് അല്ലെങ്കിൽ operate between the polar molecules having permanent dipole and the molecule lacking permanent dipole, അതായത് നോൺ പോളാർ മോളിക്യൂൾ. അപ്പോൾ ആദ്യം തന്നെ പെർമനൻറ്റ് ഡൈപോളും നോൺ പോളാർ മോളിക്യൂളും തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷനാണ് ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത്. ഈ നോൺ പോളാർ മോളിക്യൂളിൽ എങ്ങനെ ഡൈപോൾ മൊമെൻറ്റ് ഡെവലപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു പാർഷ്യൽ ഇലക്ട്രോൺ ക്ലൗഡ് ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നു അതിന് കാരണം ഈ ഡൈപോൾ മൊമെൻറ്റ് പെർമനൻ്റ് ആയിട്ടുള്ള ആൾ ഇൻഡ്യൂസ് ചെയ്തത് കൊണ്ടിട്ട് മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതായിട്ടിരിക്കുന്നു. അത്രയും കാര്യമാണ് അവിടെ പഠിക്കേണ്ടതായിട്ടുള്ളത്. ഇനി നമുക്ക് ഇൻറ്ററാക്ഷൻ എനർജിയുടെ കാര്യം നോക്കാം. ഇവിടെ ഇൻറ്ററാക്ഷൻ എനർജി എന്നത് 1 by r raised to 6 ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി 6th പവർ ഓഫ് ദി ഡിസ്റ്റൻസ് എന്നതാണ്. അപ്പോൾ 1 by r raised to 6 ആണ് ഇവിടുത്തെ ഇൻറ്ററാക്ഷൻ എനർജീൻ്റെ ഓർഡർ. അടുത്തതായിട്ട് നമ്മൾ പോണത് ഹൈഡ്രജൻ ബോണ്ട് എന്നാൽ എന്താണ് എന്നതാണ്. ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുന്നത് ഒരു ഡൈപോൾ എന്താണ് പറയുന്നത്, ഒരു സ്പെഷ്യൽ കേസ് ഓഫ് ഡൈപോൾ ഇൻട്രാക്ഷൻ ആണ്. ഹൈഡ്രജൻ ബോണ്ട് എങ്ങനെ ഉണ്ടാവുന്നു എന്ന് ചോദിച്ചാൽ, ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാവുന്നത് ഹൈഡ്രജനും ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ആറ്റംസ് ആയിട്ടുള്ള നൈട്രജനോ ഓക്സിജനോ ഫ്ലോറിനും തമ്മിൽ ഉള്ള ഇൻറ്ററാക്ഷൻ വഴിയാണ് ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുന്നത്. അങ്ങനെയുള്ള കാര്യമാണ് ഇത് ഇവിടെ പറയുന്നത്. ഹൈഡ്രജൻ ബോണ്ട് റിഗാർഡഡ് ആസ് ബീങ് ലിമിറ്റഡ് ടു നൈട്രജൻ, ഓക്സിജൻ ആൻഡ് ഫ്ലോറിൻ, ബട്ട്
സ്പീഷീസ് സച്ച് ആസ് ക്ലോറിൻ മേ ആൾസോ പാർട്ടിസിപ്പേറ്റ്. ക്ലോറിൻ വേണമെങ്കിൽ ഹൈഡ്രജൻ ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു എന്നതാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹൈഡ്രജൻ ബോണ്ടിൻ്റെ സ്ട്രെങ്ത് അല്ലെങ്കിൽ ഹൈഡ്രജൻ ബോണ്ടിൻ്റെ എനർജി, അതിൻ്റെ ബോണ്ടിൻ്റെ സ്ട്രെങ്ത് എന്നത് 10 മുതൽ 100 വരെ കിലോ ജൂൾ പെർ മോൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം കുറച്ചുകൂടെ സ്ട്രോങ്ങർ ഫോഴ്സ് ഓഫ് ഇൻ്ററാക്ഷൻ ആണ് ഹൈഡ്രജൻ ബോണ്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് ഹൈഡ്രജൻ ബോണ്ടിൻ്റെ എക്സ്പ്ലനേഷൻ ഈ ഒരു പടം നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. HFഉം ഈ ഇൻ്ററാക്ഷനാണ് ഹൈഡ്രജൻ ബോണ്ട് ഇൻ്ററാക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഹൈഡ്രജൻ ബോണ്ടിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഹൈഡ്രജൻ ബോണ്ട് എന്നത് ഒരു സ്പെഷ്യൽ കേസ് ഓഫ് ഡൈപോൾ ഇൻട്രാക്ഷൻ ആണ്. അതെങ്ങനെ ഉണ്ടാവുന്നു എന്ന് ചോദിച്ചാൽ ഹൈഡ്രജനും ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ആറ്റംസ് സച്ച് ആസ് നൈട്രജൻ, ഓക്സിജൻ, ഫ്ലോറിനുമായിട്ടുള്ള ഇൻട്രാക്ഷൻ വഴിയാണ് ഹൈഡ്രജൻ ബോണ്ട് ഡെവലപ്പ് ചെയ്യുന്നത്. അതിൻ്റെ ഓർഡർ അല്ലെങ്കിൽ അതിൻ്റെ എനർജി ലെവൽ എന്നത് 10 മുതൽ 100 വരെ കിലോ ജൂൾ പെർ മോൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ സ്ട്രോങ്ങസ്റ്റ് ആയിരിക്കും, കുറച്ചുകൂടെ സ്ട്രെങ്ത് ഉള്ളതായിരിക്കും ഹൈഡ്രജൻ ബോണ്ടിന്. പിന്നെ നമുക്ക് പറയാനുള്ളത് ഇതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനാണ്. ഇത് മറക്കാതെ പഠിച്ചു വെക്കേണ്ടതായിട്ടുള്ള കാര്യമാണ്.